പത്തനംതിട്ട റാന്നി മന്നമരുതി തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് സമീപം ഞായറാഴ്ച രാത്രി യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികളെ റാന്നി പോലീസ് പിടികൂടി. 1 മുതൽ 3 വരെ പ്രതികൾ കൊച്ചിയിൽ നിന്നും 4-ാം പ്രതിയെ വടശ്ശേരിക്കൽ നിന്നുമാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഞായറാഴ്ച രാത്രി 8 മണി കഴിഞ്ഞ് പുല്ലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ റോഡിന്റെ വശത്ത് നിർത്തിയിട്ടിരുന്ന ഹുണ്ടായി i10 കാറിൽ വന്ന ശേഷം കാറിന് പുറത്തിറങ്ങിയിരുന്ന റാന്നി വെട്ടിക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അമ്പാടി സുരേഷ് 24-നെയാണ് കൊലപ്പെടുത്തിയത്. ചേത്തക്കൽ നടമ്പങ്ങൽ വീട്ടിൽ അരവിന്ദ് വി നായർ 30, ശ്രീകുട്ടൻ എന്ന ഹരിശ്രീ വിജയ് 28, ചേത്തക്കൽ മലയിൽ വീട്ടിൽ അജോ എം വർഗീസ് 30, ചേത്തക്കൽ കക്കുടുമൺ നീരേറ്റുകാവ് തെക്കേക്കുറ്റി വീട്ടിൽ അക്സം 25 എന്നിവരാണ് റാന്നി പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിൽ പിടിയിലായത്. പ്ലാച്ചേരി ഭാഗത്തു നിന്നും റാന്നി ഭാഗത്തേക്ക് ഓടിച്ചു വന്ന വെള്ള സ്വിഫ്റ്റ് കാറാണ് യുവാവിനെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയത്. ഉടൻ തന്നെ ഇയാളെ റാന്നി മർത്തോമ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പരിക്ക് ഗുരുതരം ആയതിനാൽ അവിടെ നിന്നും കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. സംഭവത്തിൽ റാന്നി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ച സ്വിഫ്റ്റ് കാറിനെ പറ്റിയുള്ള അന്വേഷണത്തിൽ തിങ്കൾ പുലർച്ചെ 4-ഓടെ വെച്ചുച്ചിറക്കും കുന്നത്തിനുമിടയിൽ ചേത്തക്കൽ നിന്നും പോലീസ് കണ്ടെത്തി. കാർ ഓടിച്ചത് റാന്നി ചേത്തക്കൽ സ്വദേശിയായ കുട്ടു എന്ന് വിളിക്കുന്ന അരവിന്ദ് ആയിരുന്നു. അയാൾക്കൊപ്പം സുഹൃത്ത് അജോയും ഉണ്ടായിരുന്ന അന്വേഷണത്തിൽ വെളിപ്പെട്ടു. കൊല്ലപ്പെട്ട അമ്പാടിയോടൊപ്പം കാറിൽ ഉണ്ടായിരുന്നത് സഹോദരങ്ങളായ വിനു, വിഷ്ണു, സുഹൃത്ത് മിഥുൻ എന്നിവരാണ്. ഞായറാഴ്ച വൈകിട്ട് 3-ന് വിനു, വിഷ്ണു എന്നിവരുടെ ബന്ധുവായ എരുമേലി സ്വദേശി വിനീഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് റാന്നി ബിവറേജസ് ഷോപ്പിൽ നിന്നും മദ്യം വാങ്ങുവാൻ കാറിൽ എത്തിയപ്പോൾ അജോ അവിടേക്ക് കാറിലെത്തി. മിഥുനെ അസഭ്യം പറയും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. ഇതിനുശേഷം 6 മണിയോടെ അജോ മിഥുന്റെ വീട്ടിൽ ചെന്ന് വെല്ലുവിളി നടത്തി. വീട്ടിൽ ഇല്ലായിരുന്ന മിഥുനെ അജോ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും മന്നമരുതിയിലേക്ക് വരുവാനായി വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാത്രി 8 മണിയോടുകൂടി മിഥുനും വിനുവും വിഷ്ണുവും കാറിൽ കയറി മന്നമരുതി ഭാഗത്തേക്ക് പോയി. റാന്നി SC ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള മാവേലിൽ പെട്രോൾ പമ്പിന് മുന്നിൽ കാത്തുകിടന്ന വിനു, വിഷ്ണു എന്നിവരുടെ സഹോദരനായ അമ്പാടിയെ കൂടി കാറിൽ കയറ്റി മന്നമരുതിയിലെത്തി. അവിടെ വെച്ച് അജോയുടെ സുഹൃത്തും അരവിന്ദിന്റെ ബന്ധുവുമായ ശ്രീകുട്ടനും മറ്റൊരാളും സ്കൂട്ടറിൽ എത്തുകയും ഇരു കൂട്ടരും തമ്മിൽ അടിപിടി ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ശ്രീകുട്ടനും ഒപ്പം ഉണ്ടായിരുന്ന ആളും സ്കൂട്ടറിൽ കയറി പോവുകയും മിഥുൻ, വിഷ്ണു, വിനു എന്നിവർ കാറിൽ കയറുകയും ചെയ്തു. എന്നാൽ കാറിന്റെ സമീപത്ത് റോഡിന്റെ വശത്ത് നിൽക്കുകയായിരുന്ന അമ്പാടി സുരേഷ് അപ്പോഴാണ് സ്വിഫ്റ്റ് കാറിൽ വന്ന പ്രതികൾ അമ്പാടിയെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയത്. ഉച്ചയ്ക്ക് റാന്നി ബിവറേജസ് സമീപത്ത് വെച്ച് മിഥുൻ, അജോ എന്നിവർ തമ്മിലുണ്ടായ അടിപിടിയെ തുടർന്ന് സംഭവങ്ങളാണ് അമ്പാടിയുടെ മരണത്തിന് കാരണമായെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ പ്രതികളായ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ എന്നിവരുടെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ എറണാകുളത്ത് ഉണ്ടെന്ന് വെളിപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘം പുലർച്ചെ അവിടെ എത്തി മൂവരെയും പിടികൂടുകയായിരുന്നു. തുടർന്ന് അക്സമിനെ വടശ്ശേരിക്കലിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. അരവിന്ദ് റാന്നി പോലീസ് സ്റ്റേഷനിലെ റൗഡി ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെട്ടയാളും നേരത്തെ 3 ക്രിമിനൽ കേസുകൾ പ്രതിയുമാണ്. കൂടാതെ വളപട്ടണം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട്. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. റാന്നി DYSP R ജയരാജന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോൺ, പോലീസ് ഇൻസ്പെക്ടർ MR സുരേഷ്, SI മാരായ ശ്രീകുമാർ റെജി, ASI അജു K അലി, SCPOമാരായ അജാസ് ചാറുവേലിൽ, LT ലിജു, സുമിൽ അബീസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്.